എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 54-ാമത്തെ സർഗത്തിൽ 8 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് വളരെ ശക്തിയായിട്ട് വിശ്വാമിത്ര മഹാരാജാവിൻ്റെ സൈന്യം കാമധേനുവിനെ ശബളയെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ തുടങ്ങിയെന്നാണ്. അങ്ങനെ വന്നപ്പോഴേക്കും ആ കാമധേനു തൻ്റെ ശക്തി മുഴുവനും എടുത്തുകൊണ്ട് അവരെ മുഴുവനും ചവിട്ടി തെറിപ്പിച്ച് വീണ്ടും വസിഷ്ഠൻ്റെ സമീപത്തേക്ക് വന്ന് അവൾ കരയാൻ തുടങ്ങി എന്നുള്ളതാണ് പറഞ്ഞത്. എന്താണ് കരച്ചിൽ, എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളതാണ് നോക്കണത്. നമുക്കാദ്യം 8-ാമത്തെ ശ്ലോകം നോക്കാം. ഭഗവൻ കിം പരിത്യക്താ ത്വയാഹം ബ്രഹ്മണസുത യസ്മാദ് രാജഭടാ മാം ഹി നയന്തേ ത്വത്സകാശത. ഭഗവൻ കിം പരിത്യക്ത, അഹം പരിത്യക്ത, അല്ലയോ ഭഗവാനെ, അല്ലയോ വസിഷ്ഠമുനെ, ഞാൻ പരിത്യജിക്കപ്പെട്ടോ. അഹം ത്വയാ പരിത്യക്ത, അങ്ങ് എന്നെ ഉപേക്ഷിച്ചോ? ഇവരെന്നെ പിടിച്ചുകൊണ്ട് പോണത് എന്തുകൊണ്ടാണ്? അഹം ത്വയാ പരിത്യക്ത, ഹേ ബ്രഹ്മണസുത, ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള അത്രയ്ക്ക് ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ മഹാമുനെ, അങ്ങ് എന്നെ ത്യജിച്ചോ. യസ്മാത്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് എന്നാണെങ്കിൽ, ത്വത്സകാശതഃ രാജഭടാ മാം നയന്തേ ഹി, അങ്ങയുടെ അടുത്ത് നിന്ന് എന്നെ രാജഭടന്മാർ, വിശ്വാമിത്രൻ്റെ ഭടന്മാർ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? ഞാൻ അവരുടെ കൂടെ പോവേണ്ടതായിട്ട് വന്നില്ലേ? അങ്ങ് എന്നെ ഉപേക്ഷിച്ചതാണോ എന്ന് ചോദിക്കുകയാണ് ഈ കാമധേനു വസിഷ്ഠനോട്. അതായത് എൻ്റെ യജമാനനല്ല, അതായത് വസിഷ്ഠനല്ല ഇനി യജമാനൻ എന്നായോ? അതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. എന്നിട്ട് ഏവമുക്തസ്തു ബ്രഹ്മർഷിരിദം വചനമബ്രവീത് ശോകസന്തപ്ത ഹൃദയാം സ്വസാരമിവ ദുഃഖിതാം. അടുത്ത ശ്ലോകം കൂടി നോക്കാം. നത്വാം ത്യജാമി ശബളേ നാപി മേ പ്രകൃതം ത്വയാ ഏഷ ത്വാം നയതേ രാജാ ബലാന്മത്തോ മഹാബല. ഏവമുക്ത ബ്രഹ്മർഷി, ഇപ്രകാരം കാമധേനുവിനാൽ പറയപ്പെട്ടവനായ ആ ബ്രഹ്മർഷി വസിഷ്ഠൻ ഇതം വചനം അബ്രവീത്, ഇപ്രകാരം കാമധേനുവിനോട് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ശോകസന്തപ്ത ഹൃദയാം സ്വസാരം ദുഃഖിതാം സ്വസാരമിവ. ആരെ പോലെ, ഈ കാമധേനുവിനെ ആരെ പോലെയാണ് വസിഷ്ഠൻ ചിന്തിച്ചത് അല്ലെങ്കിൽ നോക്കിയതെന്ന് പറയാണ്. ശോകസന്തപ്ത ഹൃദയാം, ദുഃഖം കൊണ്ട് തപിച്ച ഹൃദയത്തോടു കൂടിയവളും വല്ലാതെ ദുഃഖം വേദന അനുഭവിക്കുന്നവളായ ദുഃഖിതാം സ്വസാരമിവ, ദുഃഖിച്ചിരിക്കുന്നൊരു സഹോദരിയോട് എന്നതുപോലെ വസിഷ്ഠ മഹർഷി കാമധേനുവിനോട് ഇപ്രകാരം പറഞ്ഞു. വചനം അബ്രവീത്, എന്താണ് പറഞ്ഞത് എന്നാണെങ്കിൽ, ശബളേ ത്വാം അഹം ന ത്യജാമി, അല്ലയോ കാമധേനു, ഞാൻ നിന്നെ പരിത്യജിച്ചതല്ല, ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോഴും നീ എൻ്റെ സഹോദരിക്ക് തുല്യം തന്നെയാണ്. നീ ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവേണ്ടവളാണ്. അതാണ് ന മേ അപ്രകൃതം ത്വയാ, നിന്നോട് എനിക്ക് ഒരു അനിഷ്ടവുമില്ല, ഒരു ദേഷ്യവുമില്ല. എൻ്റെ ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലായ ഒന്നും വന്നിട്ടല്ല ഇത് സംഭവിച്ചത്. എനിക്ക് നിന്നെ അത്രയ്ക്കധികം സ്നേഹമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചതെന്താ? ഏഷഹ ത്വാം നയതേ രാജ, രാജാ ത്വാം നയതേ, രാജാവാണ് നിന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോണത്. അത് എനിക്ക് തടയാൻ പറ്റണതല്ല. അതാണ് പറയണത്. ബലാത് മത്തഃ മഹാബല രാജ ഏഷ രാജ ത്വാം നയതേ. ബലം കൊണ്ട് ഉന്മത്തനായിരിക്കുന്ന, മതിമറന്നിരിക്കുന്നവനായ, ബലം എന്നുള്ളത് കൊണ്ട് അവരവരുടെ ബലം, കൂടെയുള്ളതായ സൈന്യം, ശാരീരിക ബലം, ഇങ്ങനെ പല തരത്തിലുള്ള മാനസിക ബലം, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ആ ബലങ്ങളൊക്കെ ഉള്ളവനാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവനായിട്ടുള്ള മഹാരാജാവ് വിശ്വാമിത്രൻ. അതുകൊണ്ട് അഹങ്കരിക്കുന്നവനുമാണ്, മഹാബലശാലിയാണ് എന്ന ഉന്മത്തനായിട്ട്, മതോന്മത്തനായിട്ടിരിക്കുന്ന രാജാവാണ് നിന്നെ നയിച്ചു കൊണ്ടുപോണത്. എനിക്കതിലൊന്നും ചെയ്യാനില്ല, എനിക്ക് തടയാൻ സാധിക്കില്ല. നിന്നെ കൊണ്ടുപോകുന്നത് തടയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ രാജാവാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിസ്സഹായനാണ് എന്ന് വസിഷ്ഠൻ ശബളയോട് പറയുകയാണ് ചെയ്യണത്.
പോരാത്തതിന് പിന്നെയും വർണ്ണിക്കുന്നുണ്ട്. നഹി തുല്യം ബലം മഹ്യം രാജാത്വദ്യ വിശേഷത ബലീരാജാ ക്ഷത്രിയശ്ച പൃഥിവ്യാഃ പതിരേവ ച ഇയമക്ഷൗഹിണീ പൂർണ്ണാ ഗജവാജിരഥാകുലാ ഹസ്തിധ്വജസമാകീർണ തേനാസൗ ബലവത്തര. പിന്നെയും കുറേ കൂടി കാരണങ്ങൾ പറയാണ്. നഹി തുല്യം ബലം മഹ്യം രാജാ ത്വദ്യ വിശേഷത. സാധാരണ ഒരു രാജാവിനോട് പോലും തുല്യമായിട്ടുള്ള ബലം എനിക്കില്ല. പ്രത്യേകിച്ച് ഈ വിശിഷ്ടനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയോളം ബലമൊന്നും എനിക്കില്ല. അതാണ് നഹി തുല്യം ബലം മഹ്യം. മഹ്യം എനിക്ക്, വസിഷ്ഠൻ പറയാണ്, എനിക്ക് ഈ രാജാവുമായിട്ട് കിടപിടിച്ചുകൊണ്ട് നിന്നെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള അത്രയ്ക്ക് ബലമൊന്നുമില്ല. ഒരു തരത്തിലും ഇല്ല. ശാരീരികമായിട്ടില്ല, മാനസികമായിട്ട് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ സൈന്യങ്ങളുമില്ല. രാജാവ് എത്രയോ സൈന്യങ്ങളെയും അതുപോലെ ആന, കുതിര തുടങ്ങിയിട്ടുള്ള ചതുരംഗ പടയൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ മുമ്പിൽ ഞാൻ ആരുമല്ല. മഹ്യം ബലം നഹി തുല്യം രാജാതു അദ്യ വിശേഷത. അദ്ദേഹം മഹാരാജാവാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും അധികാരി, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഉടയവനാണ് രാജാവ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് പോകാനുള്ള അവകാശം രാജാവിനുണ്ട്. അപ്പം നിന്നെ ഇപ്പോൾ വിശ്വാമിത്രന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ വിശ്വാമിത്രന് കൊണ്ടുപോകാൻ പറ്റും, രാജാവായതുകൊണ്ട്. ബലി രാജാ ക്ഷത്രിയശ്ച. അതിന് കാരണം പറയാണ്, മഹാബലശാലിയാണ്, രാജാവാണ്, ക്ഷത്രിയനാണ്. പൃഥിവ്യാഹ പതിരേവച. മാത്രമല്ല നമ്മളൊക്കെ ഈ ജീവിക്കുന്ന ഭൂമിയുടെ പതിയുമാണ്. രാജാവിന് ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് എൻ്റെ കൂട്ടത്തിൽ നിർത്താൻ എനിക്ക് സാധിക്കില്ല. രാജാവ് വേണമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ശബളെ നിന്നെ എൻ്റെ കൂടെ നിർത്താൻ സാധിക്കില്ല എന്ന് വസിഷ്ഠൻ പറയാണ്. മാത്രമല്ല പേടിക്കും വേണം. രാജാവിൻ്റെ കൂടെ വലിയൊരു സൈന്യമുണ്ട്. ഇയം അക്ഷൗഹിണീ പൂർണ്ണ ഗജവാജിരഥാകുല. വിശ്വാമിത്രൻ്റെ കൂടെ ഒരക്ഷൗഹിണി സൈന്യമാണ് കൂടെ സഞ്ചരിക്കുന്നത്. അത് പൂർണ്ണമാണ്. പൂർണ്ണമാണെന്ന് പറഞ്ഞാലോ, ചതുരംഗ സൈന്യം കൂടെ ഉണ്ട്. ഗജവാജി രഥാകുല. ഗജങ്ങളുണ്ട്, ആനകളുണ്ട്. വാജി എന്ന് പറഞ്ഞാൽ കുതിരകളുണ്ട്. രഥമെന്ന് പറഞ്ഞാൽ രഥത്തിലും കുതിരയെ പൂട്ടും, അതുമുണ്ട്. പിന്നെ കാലാളുണ്ടാവും, പത്തികൾ. ഇവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. ഒരക്ഷൗഹിണി പടയാണ് കൂടെയുള്ളത്. അങ്ങനെ വരുമ്പോൾ ഹസ്തിധ്വജ സമാകീർണ തേനാസൗ ബലവത്തര. ഹസ്തിധ്വജങ്ങളെന്ന് പറഞ്ഞാൽ കൊടി പോലെ, കൊടിയടയാളം പോലെ ഉയർന്നു നിൽക്കുന്ന അത്ര കൊലകൊമ്പന്മാരായിട്ടുള്ള ആനകൾ. ആദ്യം ഗജവാജി രഥാകുല എന്ന് പറഞ്ഞു. വീണ്ടും ആനകളെ പറ്റിയിട്ട് തന്നെയാണ് പറയണത്, സൈന്യത്തിലെ ആനകൾ. മറ്റൊരു വ്യാഖ്യാനത്തിൽ ഇയം അക്ഷൗഹിണീ പൂർണ്ണ സവാജി രഥാകുല എന്ന് കാണാനുണ്ട്. അപ്പോൾ അവിടെ ഗജപദം വന്നിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ പുസ്തകത്തിൽ ഗജവാജി എന്ന് എടുത്ത് പറയുന്നുണ്ട്. രണ്ടാമതും ഗജങ്ങളെപ്പറ്റി, ആനകളെപ്പറ്റി പറയുന്നുണ്ട്. ഏതായാലും വളരെ ശക്തിമാന്മാരായിട്ടുള്ള, ശത്രുപക്ഷത്തെ കുത്തിക്കൊല്ലാൻ ശക്തന്മാരായിട്ടുള്ള ആനകളൊക്കെയുള്ള സൈന്യമാണ് ആ വിശ്വാമിത്രൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ വരുമ്പോൾ തേന കാരണേന അസൗ ബലവത്തര. അസൗ രാജാ ബലവത്തര. ഈ രാജാവ് വളരെ ബലവാനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിന്നെ സംരക്ഷിച്ച് നിർത്താമെന്ന് മോഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പറ്റില്ല എന്നാണ് വസിഷ്ഠൻ പറയണത്. 13ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഏവമുക്താ വസിഷ്ഠേന പ്രത്യുവാച വിനീതവത് വചനം വചനജ്ഞാസാ ബ്രഹ്മർഷിമതുലപ്രഭം. ഇങ്ങനെ വസിഷ്ഠൻ്റെ ആ ഒരു സങ്കടം, നിസ്സഹായത ഒക്കെ കേട്ടിട്ട് കാമധേനു മറുപടി പറയാണ്. ഏവം ഉക്താ വസിഷ്ഠേന ഏവം ഉക്ത. വസിഷ്ഠനാൽ ഇപ്രകാരം പറയപ്പെട്ടവളായ ആ ശബള വിനീതവത് പ്രത്യുവാച. വളരെ വിനയത്തോടു കൂടിയിട്ട് ബ്രഹ്മർഷിയോട്, വസിഷ്ഠനോട് മറുപടി പറയാണ്. അതാണ് വചനം വചനജ്ഞാസ ബ്രഹ്മർഷി മതുലപ്രഭം. വചനജ്ഞ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്തമാനം പറയണത് നന്നായി അറിഞ്ഞിട്ട് തന്നെ, വാക്കുകളുടെ അർത്ഥമൊക്കെ നല്ലോണം അറിയുന്നവളായ വചനജ്ഞയായിട്ടുള്ള ആ ദിവ്യയായിട്ടുള്ള പശു കാമധേനു അതുലപ്രഭം ബ്രഹ്മർഷിം വചനം വിനീതവത് പ്രത്യുവാച. ബ്രഹ്മർഷി ആയിട്ടുള്ള അതുലപ്രഭനായിട്ടുള്ള തേജസ്വി ആയിട്ടുള്ള വസിഷ്ഠനോട് ഇപ്രകാരം
മറുപടി പറഞ്ഞു. എന്താണ് മറുപടി എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ശക്തിയുടെ കാര്യത്തിൽ, ബലത്തിൻ്റെ കാര്യത്തിലാണ് പറയണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഭഗവൻ കിം പരിത്യക്താ ത്വയാഹം ബ്രഹ്മണസുത യസ്മാദ് രാജഭടാമാം ഹി നയന്തേ ത്വത്സകാശത ഏവമുക്തസ്തു ബ്രഹ്മർഷിരിദം വചനമബ്രവീദ് ശോകസന്തപ്തഹൃദയാം സ്വസാരമിവ ദുഃഖിതാം നത്വാം ത്യജാമി ശബളേ നാപി മേ പ്രകൃതം ത്വയാ ഏഷ ത്വാം നയതേ രാജാ ബലാന്മത്തോ മഹാബല നഹി തുല്യം ബലം മഹ്യം രാജാ ത്വദ്യ വിശേഷത ബലീ രാജാ ക്ഷത്രിയശ്ച പൃഥിവ്യാഃ പതിരേവ ച ഇയമക്ഷൗഹിണീ പൂർണ്ണാ ഗജവാജിരഥാകുലാ ഹസ്തിധ്വജസമാകീർണാ തേനാസൗ ബലവത്തര ഏവമുക്താ വസിഷ്ഠേന പ്രത്യുവാച വിനീതവത് വചനം വചനജ്ഞാസാ ബ്രഹ്മർഷിമതുലപ്രഭം. എന്തൊക്കെയാണ് ആ ദിവ്യയായിട്ടുള്ള ധേനു പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.